Hi all, this is Amelda. Welcome to Crunch the Numbers. നമ്മൾ അക്കൗണ്ടൻസിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ ദിവസവും മോർണിംഗ് നമുക്ക് ടു ഡു ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യാനിട്ടാവും. ഇന്ന് നമ്മൾ എന്തൊക്കെ ടാസ്ക്കാണ് കംപ്ലീറ്റ് ചെയ്യേണ്ടതെന്നുള്ളത്, ലൈക്ക് ബാങ്ക് റീകൺസിൽ ചെയ്യണം, ഇന്ന് സാലറി പ്രോസസ്സ് ചെയ്യണം, കസ്റ്റമേഴ്സിൻ്റെ പേയ്മെൻറ്റ്സ് ഫോളോ അപ്പ് ചെയ്യാനുണ്ടാവും, അതേപോലെ വെൻഡേഴ്സിൻ്റെ പേയ്മെൻറ്റ്സ് നമ്മൾ പേ ചെയ്യാനായിട്ടുണ്ടാവും. അപ്പോൾ മോർണിംഗ് നമ്മൾ മാനുവലായിട്ട് ഒരു ടു ഡു ലിസ്റ്റ് പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ട് ഈവനിങ് ആകുമ്പോഴത്തേക്കും ചെയ്തതെല്ലാം ടിക്കിട്ട് ടിക്കിട്ട് പോയിട്ട് അവസാനം നമ്മളിത് ക്ലോസ് ചെയ്യാണ് ചെയ്യാറ്. ഇങ്ങനെ മാനുവലായിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നതിന് പകരം സോഹോ ബുക്സിൽ തന്നെ നമുക്ക് ഇങ്ങനൊരു ടു ഡു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാനും അതിൻ്റെ ടാസ്ക് നമ്മൾ കഴിയുന്ന സമയത്ത് ടാസ്ക് കംപ്ലീറ്റ് ആയെന്ന് മാർക്ക് ചെയ്യാനും നമുക്ക് സോഹോ പുതിയൊരു ഫീച്ചർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ പേരാണ് സോഹോ നോട്ട്ബുക്ക് എന്ന് പറയുന്നത്. ഇത് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് ഈ റൈറ്റ് ഐക്കണിലുള്ള സോഹോ നോട്ട്ബുക്കിൽ വരുന്ന സമയത്ത് നമുക്ക് ഇൻസ്റ്റാൾ എന്ന് കാണാനായിട്ട് പറ്റും. അവിടെ നമ്മൾ ഇൻസ്റ്റാൾ കൊടുക്കുന്ന സമയത്ത് ഇവിടെ നമ്മൾ റൈറ്റ് ഐക്കണിൽ ക്ലിക്ക് ചെയ്യുമ്പം ഇവിടെ നോട്ട്ബുക്ക് എന്ന് വരും. ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ നമുക്കൊരു പുതിയൊരു നോട്ട്ബുക്കിൻ്റെ വിൻഡോയാണ് ഓപ്പൺ ആയിട്ട് വരുന്നത്. അപ്പം നമ്മളിവിടെ ഈ ഒരു പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ നോട്ട് ചെയ്തിടാനായിട്ടാണ് ഈ റൈറ്റ് എന്നുള്ള ഓപ്ഷൻ കാണുന്നത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ ഇന്ന് ഒരു കസ്റ്റമറിന് ഡിസ്കൗണ്ട് അലൗ ചെയ്തു. അപ്പോൾ ഡിസ്കൗണ്ട് അലൗ ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മൾ അതിൻ്റെ അപ്രൂവൽ എടുത്തിട്ടില്ല. അപ്പം നമ്മൾ എടുക്കണം, ഈ ഡിസ്കൗണ്ട് അപ്രൂവൽ എടുക്കണം എന്നുള്ള ഒരു റിമൈൻഡർ നമുക്ക് തന്നെ തരാനായിട്ട് നമുക്ക് ഇങ്ങനെ ഒരു നോട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പം നമ്മളിവിടെ നോട്ട് ചെയ്ത് വെക്കുകയാണ്, ടേക്ക് അപ്രൂവൽ ഫോർ ഡിസ്കൗണ്ട് പ്രൊവൈഡഡ് എന്ന് ഞാൻ നോട്ട് ചെയ്ത് വെക്കുകയാണ്. ഈ നോട്ട് ചെയ്ത് വെച്ചതിന് ശേഷം നമുക്ക് ഇവിടെ റിമൈൻഡർ കൊടുക്കാനായിട്ട് പറ്റും. ഈ ഒരു കാര്യം നമ്മളെ ഈ സമയത്ത് റിമൈൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ റിമൈൻഡറും സെറ്റ് ചെയ്ത് വെക്കാനായിട്ട് പറ്റും. അപ്പം നമ്മൾ നോട്ട് ഇവിടെ ക്രിയേറ്റ് ചെയ്തു. അടുത്തത് വന്നിട്ട് ക്യാപ്ചർ എന്നുള്ളതാണ്. നമുക്ക് ഇതുപോലെ ഏതെങ്കിലും ഒരു ഇമേജ് ക്യാപ്ചർ ചെയ്ത് സൂക്ഷിക്കണം എന്നുണ്ടെങ്കിൽ ഈ ക്യാപ്ചർ എന്നുള്ള ഓപ്ഷൻ യൂസ് ചെയ്യാനായിട്ട് പറ്റും. ദെൻ ടു ഡു ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്കൊരു ടു ഡു ലിസ്റ്റ് ഇവിടെ ക്രിയേറ്റ് ചെയ്ത് വെക്കാം. അപ്പം നമ്മൾ ഇന്ന് മോർണിംഗ് നമുക്ക് ചെയ്ത് വെക്കാം. ഇന്ന് മോർണിംഗ് ഈ ഒരു ദിവസം ഞാൻ എന്തൊക്കെയാണ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പം നമ്മളിവിടെ ബാങ്ക് റീകൺസിലേഷൻ ചെയ്യാനുണ്ട്, കസ്റ്റമറിൻ്റെ പേയ്മെൻറ്റ് ഫോളോ അപ്പ് ചെയ്യാനുണ്ട്, വെൻഡറിൻ്റെ പേയ്മെൻറ്റ്സ് നമ്മൾ കൊടുക്കാനുണ്ട്, ദെൻ സാലറിന്ന് പ്രോസസ്സ് ചെയ്യാനുണ്ട്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലൊരു ടു ഡു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് വെക്കാനായിട്ട് പറ്റും. അതുകൂടാതെ നമുക്ക് എന്തെങ്കിലും അറ്റാച്ച്മെന്റ്സ് ഉണ്ടെങ്കിൽ അത് ഇവിടെ അപ്ലോഡ് ചെയ്ത് വെക്കാം. ഡ്രോയിങ് ഓപ്ഷൻ ഉണ്ട്, അതേപോലെ ഓഡിയോസും വീഡിയോസും റെക്കോർഡ് ചെയ്ത് വെക്കാനുള്ള ഓപ്ഷനും ഈ നോട്ട്ബുക്ക് എന്ന് പറയുന്ന ഒരു ഫീച്ചർ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി ഇതിന്റെ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ, നമ്മൾ സോഹോ ബുക്സ് ആയിരിക്കുമല്ലോ എപ്പോഴും യൂസ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ സോഹോ ബുക്സിന്റെ ഉള്ളിൽ നിന്ന് തന്നെ നമുക്ക് ഇത് ആക്സസ് ചെയ്ത് നമ്മുടെ ടാസ്ക് കംപ്ലീറ്റ് ആയെന്നുള്ളത് നമുക്ക് റെക്കോർഡ് ചെയ്യാനായിട്ട് പറ്റും. അതിന് നമ്മൾ ഈ നോട്ട്ബുക്ക് എന്നുള്ള ഐക്കണിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള എല്ലാ ടു ഡു ലിസ്റ്റും അതേപോലെ തന്നെ നോട്ട്സും നമുക്ക് ഇവിടേക്ക് വിസിബിൾ ആയിട്ട് വരും. അപ്പോൾ ഇതിവിടെ നമ്മൾ കാണാനായിട്ട് പറ്റും, ഇന്ന് നമ്മൾ ഡിസ്കൗണ്ടിനുള്ള അപ്രൂവൽ എടുക്കണം. അത് നമുക്ക് എപ്പോഴും ഒരു റിമൈൻഡർ ആണ്. അതുപോലെ തന്നെ ഞാനിവിടെ ബാങ്ക് റീകൺസിലേഷൻ എന്നുള്ള പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ എനിക്കിവിടെ ടിക്കറ്റ് കൊടുക്കുക. അത് ടിക്കറ്റ് കൊടുക്കുമ്പോൾ താഴേക്ക് അത് കംപ്ലീറ്റ് ടാസ്ക് ആയിട്ട് റെക്കോർഡ് ആവുകയാണ് ചെയ്യുന്നത്. അതുപോലെ ഞാൻ വെൻഡറിന്റെ പേയ്മെന്റ്സ് എല്ലാം പേ ചെയ്തിട്ടുണ്ടെന്ന്, അപ്പോൾ അതും ഒരു കംപ്ലീറ്റ് ടാസ്കിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് സോഹോ ബുക്സിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ നമ്മുടെ ടാസ്ക് എല്ലാം ഫോളോ അപ്പ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്തു എന്നുള്ള സ്റ്റാറ്റസ് നമുക്ക് ഇവിടെ അപ്ഡേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ ഒരു കാര്യം നമ്മൾ മറന്നു പോകത്തില്ല, അല്ലെങ്കിൽ ഒരു കാര്യം നമ്മൾ വിട്ടു പോകത്തില്ല നമ്മുടെ ആ ഒരു ഡെയിലി ചെയ്യാനായിട്ട്. അപ്പം ഈ ഒരു കാര്യം നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങളുടെ ഫീഡ്ബാക്കും അറിയിക്കുക കേട്ടോ.